വാഴ 2 മൂവി കണ്ടപ്പം അതിനകത്ത് കുറേ അധ്യാപക കഥാപാത്രങ്ങളുണ്ടായിരുന്നു. അവരെ പോലെ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും കേട്ടോ. എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറേ എണ്ണങ്ങൾ. അവരിപ്പോഴും ഓർക്കാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അവരുടെ നോട്ടം, അവർ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് നമ്മുടെ അടുത്ത് പെരുമാറിയിട്ടുള്ള രീതി, അവരുടെ കുത്തിയുള്ള വർത്താനം, പിന്നെ ആ സ്കൂളിൽ ആരെന്ത് തെറ്റ് ചെയ്താലും അത് കറങ്ങി തിരിഞ്ഞ് നമ്മുടെ തലയിൽ കൊണ്ടിടുക. ഇങ്ങനെയുള്ള ഒരുപാട് കലാപരിപാടികളുള്ള വ്യത്യസ്ത ടൈപ്പിലുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവരെ ഒന്ന് ഓർത്തിട്ട് കളയാനുള്ള ഒരു വീഡിയോ അല്ല ഇത്. എൻ്റെ ലൈഫിൽ എനിക്ക് വളരെ സ്വീറ്റ് ആയിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവരെ ഓർക്കാനുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. എൻ്റെ മനസ്സിൽ എപ്പോഴും ഫസ്റ്റ് ഓടി വരുന്ന ഒരു ടീച്ചറാണ്. ഉഷ എന്നാണ് ടീച്ചറിൻ്റെ പേര്. ടീച്ചർ ഏത് ക്ലാസ്സിലാണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വ്യക്തമല്ല. 3ഓ 4ഓ ആ ഒരു ടൈമിലായിരുന്നു. പക്ഷെ ടീച്ചറിനെ ഇപ്പോഴും വരച്ച് വെച്ച പോലെ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. ടീച്ചർ കറുത്തിട്ട് പൊക്കം കുറഞ്ഞിട്ട് എപ്പോഴും സാരി ഉടുത്തിട്ട് മുഖമൊക്കെ ഇങ്ങനെ നല്ല ഉരുണ്ടിട്ടൊരു ടീച്ചറായിരുന്നു കേട്ടോ. ചുവന്ന അല്ലെങ്കിൽ കറുത്ത വട്ട പൊട്ട് വലുത് തൊട്ട് അങ്ങനത്തെ ഒരു ടീച്ചറായിരുന്നു. ടീച്ചർ എന്താ പറയുക, ഭയങ്കര ഫ്രണ്ട്ലിയാണ് നമ്മുടെ അടുത്ത്. നമ്മുടെ ഭയങ്കര സ്നേഹത്തോടെ നമ്മുടെ അമ്മമാരെങ്ങനെയാണ് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത്, അങ്ങനെയായിരുന്നു ടീച്ചർ നമ്മുടെ അടുത്ത് പെരുമാറ്റം കേട്ടോ. ടീച്ചറിനെ ഞാൻ ആ ഒരു ടൈമിൽ ഇത്ര ഓർക്കാനുള്ള കാരണം, എൻ്റെ ഫസ്റ്റ് സ്റ്റേജ്, ഞാനൊരു സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടാനൊക്കെ സ്റ്റേജിൽ കയറുന്നത് ടീച്ചറിലൂടെയാണ്. നമ്മുടെ സ്കൂളിലെ ഒരു പ്രോഗ്രാമിന് ടീച്ചർ എന്നെയും എൻ്റെ 2 ഫ്രണ്ട്സിനെയും കൂടി പാട്ട് പാടാനായിട്ട് കുറേ നാളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് പ്രോഗ്രാം വന്നു. പ്രോഗ്രാമിൻ്റെ അന്ന് സ്റ്റേജിൽ കയറാനെത്തിയപ്പോഴത്തേക്കും എനിക്ക് പേടി, ഞങ്ങൾക്ക് എല്ലാവർക്കും പേടി, കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. 3-4 ക്ലാസ് ആണെങ്കിൽ പോലും സ്റ്റേജ് ഫിയറൻസ് നന്നായിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ സ്റ്റേജിൽ കയറാൻ ഭയങ്കര പേടി. അപ്പോൾ ഇങ്ങനെ പേടിച്ച് നിന്ന സമയത്ത് ടീച്ചർ പ്രോഗ്രാം കഴിയാറായി, ലാസ്റ്റത്തെ അനൗൺസ്മെൻറ്റും കഴിഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് പോയി തുടങ്ങി. ടീച്ചർ ഓടി ചെന്നിട്ട് സ്റ്റേജിൽ കയറിയിട്ട് മൈക്കെടുത്ത് അനൗൺസ് ചെയ്തു, ഒരു പ്രോഗ്രാമും കൂടി ഉണ്ട്, അതുകൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചിരുത്തി. എന്നിട്ട് ഞങ്ങൾ നിർബന്ധിച്ച് സ്റ്റേജിൽ കയറ്റി. ടീച്ചർ ഞങ്ങളുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്നിട്ടാണ് ആ ഒരു പാട്ട് ഞങ്ങൾ അവിടെ പെർഫോം ചെയ്യുന്നത്. ആ ഒരു പാട്ട് ഇപ്പോൾ കേട്ടാലും എപ്പോൾ കേട്ടാലും ഫസ്റ്റ് എനിക്ക് ഓർമ്മ വരുന്ന ആ ടീച്ചറാണ്. അന്ന് ആ ടീച്ചർ ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ, ആ ടീച്ചറിൻ്റെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കത് പാടാനായിട്ട് പറ്റില്ലായിരുന്നു. ആ ഒരു ടീച്ചറിനെ പിന്നെ ഒരു സ്പോർട്സ് ഡേക്ക് വേറൊരു സ്കൂളിൽ നിന്ന് സ്പോർട്സിൻ്റെ ജില്ലയിൽ പോയ സമയത്ത് ടീച്ചറിനെ ഒരു തവണ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതുവരെ ടീച്ചറിനെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും ആ ടീച്ചറിൻ്റെ ഫേസ് വളരെ വ്യക്തമായിട്ട് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. 3-4 ക്ലാസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അങ്ങനെ വലിയ ഓർമ്മയുള്ള ടൈമൊന്നും അല്ല, എന്നാൽ പോലും ആ ടീച്ചറിനെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അതുപോലെ തന്നെയാണ് ബോബി എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ടായിരുന്നു കേട്ടോ. സാറ് ഇടക്കാലത്ത് നമ്മുടെ ക്ലാസ്സിൽ വന്നതാണ്, കുറച്ച് നാളെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സാറ് നമ്മുടെ കൂടെ ഒരു 20 മിനിറ്റ് ക്ലാസ് ടൈം ആണെങ്കിൽ ബാക്കി ടൈം ഒരു 3/4 മണിക്കൂറിൽ 20 മിനിറ്റ് നമ്മൾ പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി ടൈം സാർ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കളിക്കും. അത് കളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഷാളും പൊട്ടും ഒക്കെ കൊണ്ടുവന്നിട്ട് സാറിനെ കസേരയിലിരുത്തി മണവാറ്റീനെ പോലെ ഒരുക്കി ഇങ്ങനെ സാറ് ഭയങ്കര നാണിച്ച് ഒക്കെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കളിച്ചു തരും. സാറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ കുറച്ച് നാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞിട്ട് സാറ് ട്രാൻസ്ഫറായി വേറെ സ്കൂളിലേക്ക് പോയി. വേറെ സ്കൂളിലേക്ക് പോണ അന്ന് സാർ ഞങ്ങളെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂട്ടക്കരച്ചിലായിരുന്നു കേട്ടോ. സാറിനെ ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നല്ല ഹൈറ്റൊക്കെ ആയിട്ട് നല്ല വണ്ണമൊക്കെ ഉണ്ട്, വയറൊക്കെ ചാടി. എപ്പോഴും സാറൊരു റെഡ് കളർ ഷർട്ടും ബ്ലാക്ക് കളർ ജീൻസും ആയിരിക്കും മിക്ക ദിവസവും സാർ ഇടാറ്. അതുപോലെ കട്ടി മീശയൊക്കെ ആയിട്ട് വെളുത്തിട്ട് നല്ല രസമാണ് കേട്ടോ സാറിനെ കാണാനായിട്ട്. അപ്പോൾ ഒരു സാറിന് വേണ്ടി ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ടീച്ചർ, നമ്മൾ പഠിപ്പിച്ച ടീച്ചർ മാറിപ്പോകുന്ന സമയത്ത് അങ്ങനെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ സാറിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു കേട്ടോ. അതുപോലെ അതിനുശേഷം അതുപോലെ സ്വീറ്റ് ആയിട്ടുള്ള 1-2 ടീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായി. ഒരു 8th സ്റ്റാൻഡേർഡ് വരെ വലിയ കുഴപ്പമില്ലാത്ത നല്ല ടീച്ചേഴ്സായിരുന്നു കേട്ടോ. 9th സ്റ്റാൻഡേർഡ് ഞാൻ വേറെ സ്കൂളിലായിരുന്നു. ആ സ്കൂളിൽ ചെന്ന സമയത്തും എനിക്ക് മാത്സ് എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്ത സംഭവമായിരുന്നു. മാത്സ് ഞാൻ വെറുത്ത സംഭവമായിരുന്നു. പക്ഷേ 9th സ്റ്റാൻഡേർഡിൽ വേറെ സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ മിനി എന്ന് പറഞ്ഞൊരു ടീച്ചറായിരുന്നു കേട്ടോ. ആ ടീച്ചറിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ടീച്ചർ ക്ലാസ്സിൽ വന്ന് ഫസ്റ്റ് ഡേ ഒരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു, ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് ആരാ ചെയ്ത് തീർക്കുന്നത് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു. അപ്പോൾ എന്തോ ദൈവാധീനം കൊണ്ട് അത് എനിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി. ഫസ്റ്റ് തന്നെ അത് ചെയ്ത് കാണിച്ചു കൊടുത്ത് ടീച്ചർ എന്നെ ക്ലാസ്സിൽ ഫ്രണ്ടിൽ വിളിച്ച് വരുത്തിയിട്ട് എല്ലാവരെയും കൊണ്ട് ക്ലാപ്പൊക്കെ ചെയ്യിപ്പിച്ചു. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ടീച്ചറിനോട് ഭയങ്കര ഒരു റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ കൂടി. അങ്ങനെ ടീച്ചറിന് വേണ്ടി ഞാൻ മാത്സ് പഠിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് എനിക്ക് ഒട്ടും മാർക്കില്ലാത്ത ഒരു സബ്ജക്റ്റായിരുന്നു, ഒട്ടും ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റായിരുന്നു. പക്ഷേ ടീച്ചറിനോടുള്ള ഇഷ്ടം കൊണ്ട് ടീച്ചറിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് 9th ഞാൻ മാത്സ് പഠിച്ചു. അത്യാവശ്യം നല്ല രീതിയിൽ 9th എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. ഇതുവരെ ആ ടീച്ചർ ഒരു മോശമായുള്ള ഒരു കാര്യം എന്നെപ്പറ്റി എൻ്റെ പേരൻസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം ടീച്ചർക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നെ. ടീച്ചർ എപ്പോഴും നല്ല സാരിയൊക്കെ കൊടുത്ത് ആ സാരി ഇങ്ങനെ തുമ്പിങ്ങനെ പിടിച്ച് ആ ടെക്സ്റ്റ് ബുക്കൊക്കെ പിടിച്ച് വരുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നല്ല ഐശ്വര്യമുള്ളൊരു ടീച്ചറായിരുന്നു കേട്ടോ. അപ്പം അതുപോലെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അതിൻ്റെ ഇരട്ടിക്ക് 10th വന്ന മാത്സ് ടീച്ചർ ഭയങ്കര പിച്ചി എടുക്കുക എന്ന് പറഞ്ഞാൽ
തൊലിയൊക്കെ ഇങ്ങനെ പിച്ചി അടർത്തി എടുക്കുന്ന ഒരു ടീച്ചറായിരുന്നു കേട്ടോ. അതോടുകൂടി വീണ്ടും മാത്സിനോടുള്ള വെറുപ്പ് തുടങ്ങി. അതിനുശേഷം ഇവിടേക്ക് ഒരുപാട് ടീച്ചേഴ്സ് വന്നു. സാറുമാരൊന്നും അങ്ങനെ വലിയ പ്രശ്നം തോന്നിയിട്ടില്ല. പക്ഷെ ടീച്ചേഴ്സൊക്കെ പൊതുവെ ഭയങ്കര ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സാറുമാരൊന്നും അത്ര വലിയ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ ടീച്ചേഴ്സിൻ്റെ സംസാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു +2 വരെയൊക്കെ അത്തരത്തിലുള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം, ഒരു കുട്ടിയുടെ ലൈഫിൽ അവരുടെ ടീച്ചർ അല്ലെങ്കിൽ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ അവർക്കുണ്ടാകുന്ന ഒരു ട്രോമ എന്ന് പറയുന്നത് അവരുടെ ലൈഫ് ലോങ് അത് അവർക്ക് ഉണ്ടാവും. ഒരു ടീച്ചറിനെ ആ കുട്ടീനെ നന്നാക്കി എടുക്കാനും ചീത്തയാക്കാനും കഴിയും. അല്ലെങ്കിൽ നമുക്ക് എത്ര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ആ ടീച്ചർക്ക് വേണ്ടിയെങ്കിലും നമ്മളത് പഠിക്കും. അപ്പോൾ അതൊക്കെ ഒരു ടീച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് എനിക്ക് തോന്നിയേക്കുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ എല്ലാം ഇപ്പം പുതിയ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകാനായിട്ട് തുടങ്ങുകയാണ്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇപ്പോൾ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല അധ്യാപകരെ കിട്ടട്ടെ. നല്ല കുഞ്ഞുങ്ങളായിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് സ്കൂൾ കാലഘട്ടം അവർക്ക് ആസ്വദിക്കാനായിട്ട്